നമ്മോടൊപ്പം ചേരുന്നു ഡോക്ടർ സുൽഫി. നിപ സംശയം ഉയർന്നു. ഒരു 14-കാരൻ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ പുതിയ സാഹചര്യം കാണേണ്ടത്? അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു H1N1 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് സാഹചര്യം? ആദ്യമായി ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്, നാഷണൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ്. നിപ വൈറസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കേരളത്തിലെ ഒരു സാഹചര്യം അനുസരിച്ച് നിപ കേരളത്തില് വരുവാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും നിലവിലുണ്ട്. കാരണം നിപ പടർത്തുന്ന വവ്വാലുകൾ നമ്മുടെ പല ജില്ലകളിലും ഇപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം നിപ എപ്പോഴും ഒരു ധാരാളം ആൾക്കാരിൽ പടർന്ന് പിടിക്കുന്ന ഒരു രോഗമായി തീരാനുള്ള സാധ്യതയില്ല. ഇതിന്റെ ഒരു ഇൻഫെക്ടിവിറ്റി അല്ലെങ്കിൽ ഒരാളിൽ നിന്നും ധാരാളം ആൾക്കാരിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഭയപ്പെടേണ്ട ഒരു വിഷയമില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതിലെ കോൺടാക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ കൃത്യമായി നാം അതിനെ നിയന്ത്രിക്കുകയും അവർക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല എന്ന് നാം ഉറപ്പാക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനം നമുക്ക് നിലവിൽ വരേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി ഇത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമായിട്ട് കരുതാൻ കഴിയില്ല. ഡോക്ടർ സുൽഫി, തിരക്കുണ്ടെന്നറിയാം. ഒരു കാര്യം കൂടി, ഈ കഴിഞ്ഞ തവണ നിപ വല്ലാതെ നമ്മളെ ആക്രമിച്ച ദിനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം നിപയെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ, കരുതൽ, പ്രതിരോധം ഊർജിതമായിരുന്നോ ഈ തുടർച്ചയായി? ഒരു ടോട്ടൽ പെർഫെക്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം ചികിത്സാ മേഖലയിൽ ഒരിക്കലും എത്താൻ കഴിയില്ല. എങ്കിൽ പോലും നാം പല കാര്യങ്ങളിലും നാം ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിജിലൻസ് നാം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, ആദ്യം 2018 നിപ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് ഇത്തരം ഒരു രോഗത്തിനുള്ള സാധ്യത ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ അത് കണ്ടുപിടിക്കുകയും അതിന്റെ ഒരു പോസിബിലിറ്റി ആലോചിക്കുകയും ചെയ്യുകയും അതിന്റെ പരിശോധന നടത്തുകയും ചെയ്യപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ അത്തരം മുൻകാലങ്ങളിൽ നിപ നേരിട്ട ഒരു പരിചയം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരിലും ആരോഗ്യ മേഖലയിലും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പനിമരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ, മരണങ്ങളായി മാത്രം കണ്ടാൽ മതിയോ? ഒരു പകർച്ചവ്യാധി ഭീതി എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? അബ്സല്യൂട്ട്ലി നോ, ഒരിക്കലും ഇല്ല. ഇതൊരു നിപ വന്ന പോലെ പോകുമെന്ന് ഞാൻ ഒറ്റ സെന്റൻസിൽ പറയും. മറ്റ് പനികളൊക്കെ തന്നെ മുൻകാലത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴുണ്ടാകുന്ന ഔട്ട്ബ്രേക്കുകൾ വളരെ വളരെ കൂടുതലാണെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് ഒരു 10-20 കൊല്ലമായിട്ട് ഈ ഒരു മേഖലയിൽ സാഗൂതം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഫീവർ ഔട്ട്ബ്രേക്കുകൾ വളരെ വളരെ ഹൈ ആണ്, അല്ലെങ്കിൽ വളരെയധികം കൂടുതലാണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും ഔട്ട്ബ്രേക്കുകളുണ്ട്. H1N1 ഉണ്ട്, വൈറൽ ഫീവർ ഉണ്ട്, ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ട്, അങ്ങനെ ഈവൻ കോളറ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കെല്ലാം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് വിജിലൻസ് നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ പെർഫെക്ഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും വേണം. വളരെ താങ്കളുടെ പ്രതികരണത്തിനായി. ഡോക്ടർ സുൽഫി IMA മുൻ സംസ്ഥാന പ്രസിഡന്റാണ് നമ്മളോട് പ്രതികരിച്ചത്. ആരോഗ്യ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പകർച്ചവ്യാധികളെക്കുറിച്ച് പ്രത്യേക പഠനവും നിരീക്ഷണവും തുടർന്നു വരുന്ന വ്യക്തിയാണ് ഡോക്ടർ സുൽഫി.